മലപ്പുറത്ത് കനത്ത മഴ തുടരുകയാണ്. ജില്ലയിൽ പുഴകളിൽ ജലനിരപ്പ് ഉയരുകയും ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഹരികുമാർ ചേരുന്നു. ഹരികുമാർ, ശക്തമായ മഴ പെയ്യുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം രൂക്ഷമാണ് സ്ഥിതിഗതികൾ? അനന്തവും മലപ്പുറം ജില്ലയിലെ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം നാളെ രാവിലെ വരെ വടക്കൻ ജില്ലകളിൽ, മലപ്പുറം അടക്കമുള്ള 5 ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതായത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിലടക്കം നാളെ രാവിലെ വരെ ശക്തമായ മഴ പെയ്യുമെന്ന അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ ഇതുവരെ 4 ഇടങ്ങളിലായി 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 80ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇന്ന് എടുത്തു പറയേണ്ട സംഭവങ്ങൾ, ഒരു കുട്ടി, 4 വയസ്സുള്ള ഒരു കുട്ടി തോട്ടിൽ വീണ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. രാവിലെയായിരുന്നു സംഭവം. ഈ വീടിനടുത്തുള്ള തോട്ടിന് അരികിലൂടെ നടന്നു പോകുമ്പോഴാണ് കുട്ടി തോട്ടിൽ വീണത്. ഈ കുട്ടിയുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതോടൊപ്പം ഈ കാലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ടിന് സമീപത്തെ ഒരു സ്വകാര്യ ഭൂമിയിലെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ എയർപോർട്ടിന് പുറത്ത്, എയർപോർട്ടിന്റെ കോമ്പൗണ്ട് വാളിന് പുറത്താണ് ആ സംഭവം. ഈ ഭാഗത്തെ മണ്ണ് വിണ്ടു കീറിയ നിലയിലാണ്. എന്തായാലും ഇവിടെ പരിശോധനകളും മറ്റും നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ മലപ്പുറം കൈനോടില് ഒരു മണ്ണിടിച്ചിലിനിടെ ഒരു വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ സംഭവമുണ്ടായി. വീടിന് സമീപത്ത് നിൽക്കുമ്പോൾ സമീപത്തെ കുന്ന് ഇടിഞ്ഞു താഴുകയായിരുന്നു. ഇതോടൊപ്പം ഈ വീട്ടമ്മയും താഴേക്ക് പോയി. ഇതിനിടയിലാണ് കാല് മണ്ണിനും കല്ലിലും ഇടയിൽ കുടുങ്ങിയത്. ഇത്തരത്തിൽ ഈ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പൊന്നാനി തീരപ്രദേശത്ത് കടലാക്രമണവും രൂക്ഷമായിട്ടുണ്ട്. 3 വീടുകൾ ഇന്ന് രാവിലെ പൊന്നാനി മുറിഞ്ഞഴി ഭാഗത്ത് തകർന്നിട്ടുണ്ട്. പാലപ്പെട്ടി അടക്കമുള്ള മേഖലകളിലും കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്തായാലും അടുത്ത 24 മണിക്കൂർ ഈ വടക്കൻ ജില്ലകളിൽ ജാഗ്രത വേണമെന്നാണ് വിവിധ വകുപ്പുകളുടെ മുന്നറിയിപ്പ്. അനന്തോ, ഹരികുമാർ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, പല സ്ഥലത്തും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. റോഡിലെല്ലാം വെള്ളം കയറിയതായി കാണാം. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടോ? ഗതാഗത നിയന്ത്രണം എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ പല ഭാഗങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. രാവിലെ പുലർച്ചെ ഈ കോട്ടക്കൽ മലപ്പുറം സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഈ മണ്ണിടിച്ചിൽ ഇപ്പോൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ശരി, വ്യക്തമാണ്. മലപ്പുറത്ത് കനത്ത മഴ തുടരുന്നുണ്ട്. ജില്ലയിൽ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കേറ്റതായുമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. ഹരികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.